5 നിയമസഭാ സീറ്റുകളുടെ ഫലം വന്നപ്പോൾ കോൺഗ്രസിന് ആകെ നിവർന്നു നിൽക്കാൻ പറ്റിയത് പഞ്ചാബിൽ മാത്രം. ബാക്കി എല്ലായിടത്തും അവസ്ഥ കണക്ക് തന്നെ. രാജ്യത്ത് സംഘപരിവാർ ശക്തികളെ തടയാൻ കോൺഗ്രസ് തിരിച്ചു വന്നാൽ മാത്രമേ കഴിയൂ എന്നിരിക്കെ ചെന്നിത്തലയുടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കുക. അപ്പോൾ മനസ്സിലാവും സംഘപരിവാരങ്ങൾ വളർന്നത് എങ്ങനെയാണെന്ന്. കേരളത്തിൽ ഇന്ത്യയിലും ബി.ജെ.പിക്കും സംഘപരിവാറിനും RSSനുമെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ UDFുമാണ്. ഒരു കാലത്തും ബി.ജെ.പിയുമായി ജനസംഘവുമായോ ഒരു കൂട്ടുകെട്ടും UDF നടത്തിയിട്ടില്ല. ഇന്നിപ്പോൾ അറിയാം, നിങ്ങൾക്കറിയാം, ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബി.ജെ.പിയോടുള്ള പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കേരളത്തിൽ ഭരണത്തിലേറാൻ പരസ്യമായും രഹസ്യമായും സംഘപരിവാർ ബന്ധമുണ്ടാക്കിയത് കോൺഗ്രസ് തന്നെയാണ് എന്നുള്ളത് നാട്ടിൽ മൊത്തം പാട്ടാണ്. അവിടെ മുഖ്യ ശത്രു CPM ആയിരുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടും പരിവാരങ്ങൾ വളർന്നിട്ടും ചെന്നിത്തല പറയുന്നത് കേൾക്കുമ്പോൾ നേരം വെളുക്കാത്തതുപോലെ തോന്നുന്നു. ഇനിയെങ്കിലും ഇത്തരം ദുഃഖസത്യങ്ങൾ വെളിപ്പെടുത്തി ആളുകളെ കൊണ്ട് ചിരിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രധാന കേസുകൾ ഒരിക്കൽ കൂടി നോക്കാം. ഗോവയിൽ പോയ ബുദ്ധി പോക്കറ്റിലാക്കാൻ അമിത്ഷായും മോദിയും. പരീക്കറെ രംഗത്തിറക്കി പുത്തൻ കളി. എടാ, നീ ഇറങ്ങണം. നീ ഇറങ്ങിയാലേ വല്ലതൊക്കെ നടക്കൂ. ആ കോൺട്രാക്ട് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നല്ല ഒരു രാത്രിയിൽ വന്ന് വീണ മാരണം. നീ പോയി ഒരു കുപ്പിയുടെ കഴുത്ത് പൊട്ടി ചടി തുടങ്ങ്. എണ്ണം വെച്ചോ, 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ്സ് വീഴും മുമ്പ് ഞാൻ എത്തിയിരിക്കും. ഗോ പറഞ്ഞു പോയ ഗോവ തിരിച്ചു വന്നപ്പോൾ ദില്ലിയിൽ ആഘോഷം. KPCCയിൽ നിന്ന് ഉയരുന്ന കറുത്ത പുകയ്ക്ക് ശമനം വരുത്താൻ തന്ത്രങ്ങൾ മെനഞ്ഞ് നേതാക്കൾ. അദ്ദേഹത്തെ മാറ്റണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായോ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് യാതൊരു കാര്യവും സംഘടനയ്ക്കകത്ത് നടക്കുന്നില്ല. എല്ലാ നേതാക്കളുടെയും മനസ്സിൽ പ്രസിഡന്റ് സ്ഥാനം, ഉമ്മന് വേണ്ടി ആര്യാടൻ. KPCC പ്രസിഡന്റാകണമെന്ന് ആഗ്രഹിക്കാത്ത കോൺഗ്രസ് നേതാക്കന്മാരാരെങ്കിലും ഉണ്ടാവും. എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും, സ്വാഭാവികമായി. ഉമ്മൻചാണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ലൊരു ചോയ്സ് ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സംഘപരിവാരങ്ങളെ എന്നും അകറ്റി നിർത്തിയത് തങ്ങളെന്ന വലിയ തമാശയുമായി ചെന്നിത്തല. ബി.ജെ.പിക്കും സംഘപരിവാറിനും RSSനുമെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ UDFുമാണ്. പാർട്ടി ഉണ്ടാക്കിയതോടെ നരകവാരുതി നടുവിലായി തുഷാർ വെള്ളാപ്പള്ളി. മാസങ്ങൾ വെയിറ്റ് ചെയ്തു, പലതും നടക്കുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇടത് വലത് മുന്നണികളുടെ ഉണ്ടായിട്ടുള്ള അവഗണന കൊണ്ടാണല്ലോ ഇങ്ങനൊരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകാൻ തന്നെ ഉണ്ടായിട്ടുള്ള കാരണം. മൂക്കുവരെ വെള്ളം കയറിയതോടെ പുതിയ അടവുകളുമായി തുഷാർ. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ശക്തി കേരളത്തിൽ എന്ത് എന്നുള്ളത് മുഴുവൻ പാർട്ടിയും കാണിച്ചു കൊടുത്ത ശേഷം മാത്രമേ എന്ത് എങ്ങനെ എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനമെടുക്കും. ഇന്നത്തെ ഡെമോക്രസിയുടെ സമയവും അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.